ഇവിടെ മാമയുടെ സംസാരിക്കാൻ പറ്റൂല. ഇതിപ്പോ തക്കുടുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂ. ഇത്രയും വലിയ ആൾക്കാരൊക്കെ നാക്ക് കടിച്ചു മുറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പറ്റിയത്? പപ്പടോ? അത് നാക്ക് കടിച്ചതേ മാമി മുറുക്ക് കൊണ്ടുവന്നപ്പോ കടിച്ചത്. മാമി മുറുക്ക് കൊണ്ടുവന്നപ്പോ മാമി കടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മച്ചമ്മയുടെ നാവ് മുറിയും? മാമൻ കടിച്ച്. മാമി കടിച്ചോ? പോയ മാമി കൊണ്ടുവന്ന മുറുക്കെടുത്ത് കടിച്ചപ്പോ മാമന്റെ നാക്ക് കടിച്ചു. അങ്ങനെ പറ. അല്ലാതെ അവിടെ ഇവിടെ കടിച്ചെന്ന് പറഞ്ഞാൽ മച്ചമ്പേട് അങ്ങനെ കാര്യം ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും മച്ചമ്പി സൂക്ഷിച്ചല്ലേ ചെയ്യുന്നേ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് നാക്ക് കടിച്ച് മുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നോട്ടിപ്പോ അങ്ങനെ ഉണ്ട്. ഉപ്പ് കുടിച്ചു പറഞ്ഞു ആരെങ്കിലും പിടിച്ച് ഉപ്പിട്ട് കൊടുക്കാന്. ഉപ്പ് വെള്ളം കുടിച്ചു അത് പൊറുക്കാൻ വേണ്ടി. ശരിയാ ശരിയാ. പണ്ട് അമരവെള്ളിയിലെ തീവട്ടി രാജു എന്ന് പറയുന്നൊരു കുപ്രസിദ്ധ ഗുണ്ടയുണ്ടായിരുന്നു കേട്ടോ വെച്ചപ്പോ. തീവട്ടി രാജു ഇവനെ ഒരു എന്തോ ചാരായ കേസുമായിട്ട് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു. അപ്പൊ ഇവൻ ഇതിന്റെ ബന്ധങ്ങൾ മുഴുവനും അറിയാം. പോലീസ് പിടിച്ചപ്പോ ബന്ധം എന്നറിയോ? ഇടി കൊടുക്കുമ്പോ മൊഴി കൊടുക്കേണ്ടി വരുള്ളൂ. നാക്ക് കടിച്ച് അങ്ങ് മുറിച്ചു കളഞ്ഞു. പോലീസുകാർ നാക്കില്ലല്ലോ. ഏത് അതോട്ടൊന്ന് കടിച്ച അതിപ്പോ ഇപ്പൊ പറയേണ്ട ആവശ്യം എന്താ? അല്ല ഇതേപോലെ നാക്ക് മുറിഞ്ഞു. പിന്നെ അവസാനം പോലീസുകാർ ആ കടപ്പുറം മുഴുവനും തപ്പി നാക്ക് കിട്ടിയില്ല. കള്ളന്മാരില് പോലീസുകാരുണ്ടെന്ന് വേറെ പോലീസ് പറയുന്നത്. ഒന്ന് പോവോ? അവിടെ ഒരാള് വേദന എടുത്ത് ഇരിക്കുമ്പോ ഒന്ന് എടേ ഒരാടെ നാക്ക് മുറിച്ച് കണ്ടപ്പോ ഞാനത് അന്വേഷിച്ചു. അതിപ്പോ ഞാൻ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റൂലല്ലോ. ചെയ്യാൻ പറ്റും. എന്താ? കുറച്ചു നേരം അനങ്ങാതിരിക്കുക, ഉപ്പുള്ള വായിക്കുള്ളു കിളുകൾ അടിക്കുക, എത്ര അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നേ. അതേ ഉള്ളൂ. പോലീസ് വിളിച്ചു പറഞ്ഞത് ലീവ് എടുത്താലോ? ലീവ് വേണമല്ലോ. നമുക്ക് അവിടെ പോയി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. പോലീസുകാർ വല്ലതും ചോദിക്കാതെ ഇനി നീ ഇവിടെ ഇറങ്ങിപ്പോ അടിക്കും. നീ എന്നെ അടിക്കുവോ? അല്ല, ഇനി നീ ഞാൻ മാമനായിട്ട് ഇനി നീ ഇവിടെ നിന്നാ അടിക്കും. അല്ല ആകെ കടിച്ചു മുറിച്ചത്.